2020 തന്നെ ചോദിച്ച IT പ്രാക്ടിക്കൽ ക്വസ്റ്റ്യന്റെ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള plant_logo.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നീ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെയുള്ള ഈ പേജ് ബോർഡർ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ചില സൗകര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ പേജ് സൈസ് ആണ്. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇങ്ക്സ്കേപ്പിന്റെ പേജ് സൈസ് എന്ന് പറയുന്നത് A4 ആണ്. പല രീതിയിൽ പേജ് സൈസ് ക്രമീകരിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോഴ് പോർട്രേറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇപ്പം ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ടും മാറ്റാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട്. പല രീതിയിൽ നമുക്കിതിൻ്റെ വിഡ്ത്തും ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. വിഡ്ത്ത് ഇവിടെ കൂട്ടി കൊടുക്കാവുന്നതാണ്. കൂട്ടുകയും ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഹൈറ്റും കൂട്ടുകയും ചെയ്യാം, നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. നമുക്കിവിടെ കാണുന്ന ഷാഡോ ഒഴിവാക്കണമെങ്കിൽ ഈ ഷോ ബോർഡർ ഷാഡോ എന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ ഷാഡോ ഒഴിവായതായി കാണാൻ സാധിക്കും. ഇപ്പോൾ ഷാഡോ ഇല്ല. അതുപോലെ തന്നെ ഈ ഷോ പേജ് ബോർഡർ ഒഴിവാക്കണമെങ്കിൽ ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. നമുക്ക് ഈ ജാലകം ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം ടെക്സ്റ്റ് ടൂൾ, ഇതാണ് ടൂൾ ബോക്സ്. ടൂൾ ബോക്സിൽ നിന്ന് ടെക്സ്റ്റ് ടൂൾ, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്, അതായത് F8 ക്ലിക്ക് ചെയ്ത് പേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത്, ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ഇനി ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടി കൊടുക്കുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാം. ഇവിടെ ഫോണ്ട് സൈസ് കാണാൻ സാധിക്കും. ആവശ്യാനുസരണം ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ഇവിടെ കളർ പാലറ്റിൽ നിന്ന് ആവശ്യമായ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അക്ഷരം ബോൾഡാക്കുക. അത്രയും ചെയ്തതിന് ശേഷം അതേപോലെ 2020 കളർ ബ്ലാക്ക് തന്നെ ബോൾഡ്, ഇവിടെ ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കും. ഇനി നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വരച്ചു കൊടുക്കണം. റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വരച്ചു കൊടുക്കാവുന്നതാണ്. ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫിൽ കളർ കളയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്ത് ഫില്ലിൽ ക്ലിക്ക് ചെയ്ത്, ഫില്ല് ഇവിടെ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് ഫില്ലിൽ ക്ലിക്ക് ചെയ്യേണ്ടതില്ല. അതിനുശേഷം നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫിൽ കളർ പോയതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രോക്ക് പെയിൻറ്റും കളയാം. സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ സ്ട്രോക്ക് ആവശ്യമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ
ഫ്ലാറ്റ് കളറിലാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ആവശ്യമായ കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ബോർഡർ ബ്ലാക്ക് ആണ്, അതുകൊണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുക. വലിപ്പം കൂട്ടി കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വലതുവശത്തേക്ക് മാറ്റാം. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളേ, എക്സ്പോർട്ട് PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള plan__ ലോഗോ, ഹോമിലെ ഇമേജസ് 10ലാണ് പ്ലാന്റ് ഉള്ളത്. അത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഫയൽ ഇമ്പോർട്ട് ക്രമത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ ഇമ്പോർട്ട്, ഇവിടെ ഇമേജസ് 10ൽ തന്നെ plant_logo.png എന്ന ചിത്രം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. PNG വിത്ത് മാപ്പ് ഇമേജ് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിന് ആവശ്യമായ സ്ഥാനത്തേക്ക് ക്രമീകരിച്ചതിന് ശേഷം കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തി അതിനെ വലുതാക്കി കൊടുക്കും. ഇനി നമുക്കിതിനെ മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. മൊത്തം സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ആവും, മൊത്തം ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. PNG ഫോർമാറ്റിലാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് PNG ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് PNG ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ മെനു, എക്സ്പോർട്ട് PNG ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എക്സാം 10ൽ സേവ് ചെയ്യേണ്ടതുകൊണ്ട് എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ 990101_4 കൊടുക്കുക. 4 ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, അതുകൊണ്ട് 4 കൊടുക്കുക. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ, രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സേവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട്. അത്രയായി, ഈ പ്രവർത്തനം പൂർത്തിയായി. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ, എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ പ്ലേസസ്, ഹോം, എക്സാം 10ൽ ഇവിടെ ഇതാണ് നമ്മൾ ചെയ്ത പ്രവർത്തനം.